പ്രൈസ് ദി ലോർഡ്. ജോനാസ് തിയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 7 ക്ലാസ്സുകളിൽ കർത്താവിൻ്റെ രണ്ടാം വരവും അനന്തര സംഭവങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ രണ്ടാമത്തെ വരവിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, വ്യക്തിപരമായ മടങ്ങിവരവാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു സ്വയം തന്നെ മടങ്ങി വരും. സ്വർഗാരോഹണം ചെയ്ത അതേ യേശു തന്നെയാണ് എന്ത് ചെയ്തേ മടങ്ങി വരുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1:11 നിങ്ങളെ വിട്ടു പോയ യേശു തന്നെ എന്ത് ചെയ്യും, മടങ്ങി വരുമെന്ന് പറയുന്നു. അപ്പൊ ഒന്ന്, വ്യക്തിപരമായ മടങ്ങി വരവാണ്. 2, അദൃശ്യമായ വരവാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത്. കാരണം കാത്തു നിൽക്കുന്ന ദൈവസഭ മാത്രമേ കർത്താവിന്റെ വരവറിയൂ. ചിലർ പറയുന്നത്, ഒരു പാട്ടുണ്ട്, കാഹളം കാതുകളിൽ കേൾക്കാറായി എന്നുള്ളൊരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട് ചെവി കേൾക്കാത്ത ഒരാള് ഉണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് കാതുകൾ കേൾക്കുന്നത്? അപ്പൊ യഥാർത്ഥമായിട്ട് കാതുകളിലല്ല കേൾക്കുന്നത്. അത് റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ പഠിക്കണം. യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യശരീരങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കും. അപ്പോൾ ആത്മാവായിട്ടാണ് എന്ത് ചെയ്തത് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലാണത് അറിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങിക്കിടന്നാലും എന്ത് ചെയ്യും, രാത്രിയിലാണ് കർത്താവ് വരുന്നതെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ അറിയും. കാരണം നമ്മുടെ ആത്മാവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാഹള ശബ്ദങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു രഹസ്യ വരവായിരിക്കും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാരും അറിയില്ല. എടുക്കപ്പെട്ടു പോയതിനു ശേഷം മാത്രമേ ലോകത്തിന് അറിയുള്ളൂ. കുറെ ആളുകൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്ന് ലോകത്തിന് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഇത് ഒരു രഹസ്യമായ വരവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തത് മഹത്വപൂർണമായ വരവാണ്. ക്രിസ്തു ശക്തിയോടും അല്ലെങ്കിൽ എന്താണ് തൻ്റെ മധ്യാകാശത്തിലേക്ക് വരുന്നൊരു വരവാണത്. അപ്പോൾ മഹത്വപൂർണമായൊരു മടങ്ങി വരവ്. കാരണം യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവ്, ഒന്നാമത്തെ വരവ് കന്യകാമറിയത്തിലൂടെ ജന്മമെടുക്കുകയാണ് ചെയ്തത്. യേശുവായിട്ട് ഒരു കുഞ്ഞായിട്ട് ജന്മം എടുക്കുകയാണ് ചെയ്തത്. മഹത്വപൂർണമായ ഒരു വരവല്ലായിരുന്നു. പക്ഷേ ഇനിയുള്ള വരവെന്ന് പറഞ്ഞാൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട യേശുവാണ് ഇനി വരുന്നത്. അപ്പൊ ഒരു മഹത്വപൂർണമായ ഒരു വരവായിരിക്കും യേശു കർത്താവിന്റെ വരവെന്ന് പറയുന്നത്. ഇനി നാലാമത്തത് പെട്ടെന്നുള്ള വരവ്. യേശു കർത്താവിന്റെ വരവ് പെട്ടെന്നുള്ള വരവാണ്. കാരണം ബൈബിൾ പറഞ്ഞെങ്ങനെയാണ്, കണ്ണിമയ്ക്കുന്നതിനിടയിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ എന്ന് പറയാൻ കണ്ണ് ചിമ്മി തുറക്കുന്ന ആ സമയം കൊണ്ട് എന്ത് ചെയ്യും, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരും ജീവനോടെ ശേഷിക്കുന്നവരെന്ത് ചെയ്യും, ഇവിടുന്ന് ഉയർത്തു പോകുവാനിടയാകും. അപ്പോൾ പെട്ടെന്നുള്ള ഒരു വരവാണ് ഈ കർത്താവിന്റെ വരവെന്ന് പറയുന്നത്. അതാണ് അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് കള്ളനെ പോലെ വരും എന്ന് പറയുന്നുണ്ട് അല്ലെ. കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കള്ളനായിട്ട് വരുമെന്നല്ല. കള്ളൻ പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. അതായത് സമയം പറയാതെയാണ് ഇതിന്റെ കള്ളൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടതിന്റെ ആവശ്യകത. അതിൽ നമ്മൾ വിചാരിക്കുക, 2027 ഡിസംബർ 31 ഞാൻ വരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മളൊക്കെ ആരാ മക്കള്? ഡിസംബർ 30 വരെ നമ്മൾ പാപം ചെയ്ത് അല്ലേ, സകല അധർമ്മത്തിലും പോയി അകപ്പെട്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ ജീവിക്കും. എന്നിട്ട് ഡിസംബർ 31 രാവിലെ മുതൽ കഠിനമായ ഉപവാസം നമ്മൾ എടുത്തേനെ. എന്നിട്ട് ദൈവസഭയിൽ ഇരുന്ന് പ്രാർത്ഥനയും ഉപവാസവും വചനധ്യാനവും അങ്ങനെ ഒരു ഒരുക്കത്തോടു കൂടെ നമ്മൾ ഇരുന്നേനെ. അപ്പൊ അത് കർത്താവിന് മുന്നമേ അറിയായിരുന്നു നമ്മൾ ആരാ മക്കളെന്ന്. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തേ ഈ സമയം പറയാതെ പോയത്. ആമേൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കൃത്യമായ സമയം പറയാതെ പോയത് കൊണ്ട് ദൈവമക്കൾ എപ്പോഴും എന്ത് ചെയ്യണം? ഉറപ്പുള്ളവരായിരിക്കണം, പ്രത്യാശയുള്ളവരായിരിക്കണം, ഒരുക്കപ്പെട്ടവരായിരിക്കണം, പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം, കറ, ചുളുക്കം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്തവരായിരിക്കണം. കണ്ടോ? അതാണ് ഈ കള്ളനെ പോലെ വരുമെന്ന് പറയാനുള്ള കാരണം. അതാ, കള്ളം പറഞ്ഞിട്ടല്ല വരുന്നത്. അതേപോലെ യേശുക്രിസ്തുവിന്റെ വരവ് എന്ത് ചെയ്യും? സംഭവിക്കും. അപ്പോൾ ഇനി ഈ രണ്ടാം വരവിന്റെ അടുത്ത പോയിന്റാണ് രണ്ടാം വരവിന്റെ അനന്തര സംഭവങ്ങൾ.
അത് ഒന്ന്, ദൈവത്തിന്റെ രക്ഷാപദ്ധതി എന്താണ്? പൂർത്തിയാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, മരിച്ചവരുടെ ഉയർപ്പ്. യോഹന്നാന്റെ വിശേഷം 5-ാം അധ്യായം 28-29 മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇനി അടുത്തത്, ജീവനുള്ളവർക്കും മരിച്ചവർക്കുള്ള ന്യായവിധി നടത്തുക. 2 തിമോഥെയോസ് 4-ന്റെ 1-ാം എന്താണ്? അത് വെളിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ജീവനുള്ളവർക്കും മരിച്ചവർക്കും ഒക്കെ എന്താണ്? അങ്ങനെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 9:26-27 വാക്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. അപ്പോൾ ജീവനുള്ളവർക്കും മരിച്ചവർക്കും എന്താണ്? ഒരു ന്യായവിധി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സകല മനുഷ്യരോടും പറയുന്നത്, ഈ ന്യായവിധിയിൽ അകപ്പെടാതെ വണ്ണം യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അംഗീകരിച്ച് വാഗൊണ്ടേറ്റ് പറയണം. യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ടു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് വാഗൊണ്ടേറ്റ് പറയണം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. യോഹന്നാന്റെ വിശേഷത്തിൽ പറയുന്നു, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും ഇരുളിനെ സ്നേഹിച്ചു തന്നെ എന്നെ വെളിച്ചമാവുന്ന ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. എന്നിട്ട് ഇപ്പോഴും ഇരുട്ടായ പിശാചിനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ പ്രവർത്തികളെ അനുസരിച്ച് നടക്കുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് ന്യായവിധി വന്നത്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഇനി അടുത്തത്, തിന്മയെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തുക. കാരണം വെളിപ്പാട് 20-10 നമുക്കറിയാം, വെളിപ്പാട് 19-ന്റെ അവസാന വാക്യങ്ങളിലാണ് മൃഗത്തെയും കള്ളപ്രവാചകനെയും ജീവനോടെ തീപ്പൊയ്കയിൽ തള്ളുന്നത്. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം വാക്യത്തിലാണ് ഈ പഴയ പാമ്പായ പിശാചിനെ കള്ളപ്രവാചകനും ആന്റിക്രൈസ്റ്റും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തില് കർത്താവിന്റെ വരവ് സംഭവിച്ച് ദൈവമക്കൾ എടുക്കപ്പെട്ട് അതിന് ശേഷമാണ് എന്ത് കിടക്കുന്നത്? ഈ പിശാചിനെ എവിടേക്കിടുന്നു? തീയിലേക്ക് തള്ളിയിടുന്നു. അതേപോലെ 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഇന്ന് ദൈവമക്കള് കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുക. പക്ഷെ അന്ന് തന്റെ വിശുദ്ധന്മാർ എന്ത് ചെയ്യും? ഈ ലോകത്തെ ഭരിക്കും. ആമേൻ. ഈ ഭരണം വിശുദ്ധന്മാരുടെ കയ്യിലായിരിക്കും. അപ്പൊ ഇന്ന് നിന്ദിച്ചവർ, ഇന്ന് പട്ടികയ്ക്ക് തല്ലിയവരും, അല്ലെ, കത്തിവെച്ച് കുത്തിയവരും അന്നൊക്കെ ലജ്ജിതരാകാൻ പോകുകയാ. ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ 7 വർഷത്തെ മഹോദരകാലമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, മഹാപീഡനകാലം. ആ 7 വർഷം കഴിഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയാണ്. അപ്പൊ ഇന്ന് ജീവിക്കുന്ന സകല മനുഷ്യരും, നമ്മൾ ഉപദ്രവിച്ച പുള്ളികളൊക്കെ മരിച്ച് 7 വർഷം കൊണ്ട് മരിച്ചു പോയിട്ടില്ലെങ്കിൽ എല്ലാവരും 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരും. അവരെയൊക്കെ നമ്മൾ ഭരിക്കാൻ പോകുകയാ. ദൂതന്മാരെ പോലും നമ്മൾ വിധിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ എന്താണ്? തന്റെ വിശുദ്ധന്മാർ എന്ത് ചെയ്യും? ഭരിക്കാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിനോടുകൂടെ, മഹാരാജാവെന്ന യേശുവിനോടുകൂടെ തന്റെ വിശുദ്ധന്മാരെന്ത് ചെയ്യാണ്? ഈ ലോകത്തെ ഭരിക്കും. അതാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ദൈവരാജ്യത്തിന്റെ പൂർണ്ണത എന്താണ്? സ്ഥാപിക്കുക. അല്ലെ, പുതിയ യെരൂശലേം നഗരത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നു. പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം. പിന്നെ എന്താണല്ലേ? പിശാചിനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടിട്ടാണ് പിന്നെ പുതിയ യെരൂശലേം നഗരം. പിന്നെ ഒരിക്കലും എന്താണ്? ഇവന്റെ യാതൊരു പരിപാടിയോ ഇവന്റെ പദ്ധതിയോ ഇവന്റെ വഞ്ചിക്കലോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് പുതിയ യെരൂശലേം നഗരം എന്ന് പറയുന്നത്. അവിടെ മുതൽ കോടാനുകോടി വർഷം കർത്താവിനോടുകൂടെ നമ്മളായിരിക്കും. അതാണ് നമ്മളെ പ്രത്യാശ എന്ന് പറയുന്നത്. ആമേൻ. അവിടെ പുതിയ യെരൂശലേം നഗരത്തില് നമുക്കറിയാം, ജാതികള് പട്ടണത്തിന് പുറത്ത്, നഗരത്തിന് പുറത്ത് ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കുമെന്ന് പറയുന്നു. സേവ്ഡ് നേഷൻസ്, നമുക്കത് പഠിക്കാതെ ആരാണെന്ന് നമുക്ക് പഠിക്കാം. അതേപോലെ എന്താണ്? മതിലിന്റെ സ്ഥാനത്ത് വെളിപ്പാട് പുസ്തകത്തില് 21-ാം അധ്യായം എഴുതി വെച്ചിരിക്കുന്നതിന്റെ 12-ാം വാക്യം മുതൽ 12 ഗോത്രപിതാക്കന്മാരുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. അപ്പം മതിലിന്റെ സ്ഥാനത്തായിരിക്കും ആരുടെ സ്ഥാനം? പഴയ നിയമ വിശുദ്ധന്മാരുടെ സ്ഥാനം. നമുക്കറിയാം, രാഹാബ് എന്ന വേശ്യ എരിഹോ കോട്ടയുടെ മുകളിലാണ് താമസിച്ചത്. അപ്പം ഈ നമ്മുടെ അവിടെ കാണുന്ന 4 ഇഞ്ചിന്റെ മതിലല്ല. ഒരുപാട് 6 രഥങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന അത്രയധികം വീതിയായിരുന്നു പണ്ടുള്ള കോട്ടകൾക്കൊക്കെ. അപ്പൊ അതേപോലെ അതിന്മേലായിരുന്നു രാഹാബ് എന്ന വേശ്യ താമസിച്ചത്. അനേകര് വീട് എന്താണ്? ഈ കോട്ട മതിലിന്റെ മുകളിലായിരുന്നു. അപ്പൊ ഇതേപോലെ ഈ സ്ഥാനത്തായിരിക്കും പഴയ നിയമ വിശുദ്ധന്മാർക്ക് മതിലിന്റെ സ്ഥാനത്തായിരിക്കും അവിടെ താമസം. അത് കഴിഞ്ഞ് കാന്ത ഏറ്റവും അകത്താണ്. അവിടെ നമുക്കറിയാം, വെളിപ്പാട് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ ജീവജല നദി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഒന്നിക്കുന്നൊരു സ്ഥലം. അവിടെയാണ് തന്റെ കാന്തയാകുന്ന മണവാട്ടി യേശുവിനോടുകൂടെ കോടാനുകോടി വർഷം താമസിക്കാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ചിലരൊക്കെ പറയുന്നു
ഓരോ ഗോളങ്ങളിലേക്കൊക്കെ നമ്മൾ മാറ്റുമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അളവ് നൂല് എനിക്ക് മനോഹര ദേശത്ത് വീണു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഈ ചന്ദ്രൻ ദൈവമക്കൾക്ക് വേണ്ടിയൊക്കെ പ്രകാശിച്ചത് കൊണ്ട് ഈ ചന്ദ്രനെയും സൂര്യനെയും ഒന്നും എന്ത് ചെയ്യില്ല, നശിപ്പിച്ച് കളയില്ല. അങ്ങനെ അവിടെയൊക്കെ ദൈവമക്കളെ കൊണ്ട് പാർപ്പിക്കുന്നു ഒക്കെ കുറെ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ട്. അതിന് വ്യക്തമായ തെളിവെടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതേ കുറിച്ചൊക്കെ പറയാത്തത്. അവർ പറയുന്നത് പുതിയ യെരൂശലേം നഗരത്തിൽ നമ്മളായിട്ട് 30 വർഷം നമ്മൾ പുതിയ യെരൂശലേം നഗരത്തിലായിരിക്കും. അതിനുശേഷം നമ്മൾ എന്താണ്, നിത്യത്തിലേക്ക് മറയുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഓരോ ഗ്രഹങ്ങളിൽ നമ്മളെ കൊണ്ട് താമസിപ്പിക്കുമെന്നൊക്കെ പഠിപ്പിക്കുന്നു. ഞാമേനെങ്കിലും അതിന് വ്യക്തമായിട്ട് തെളിവില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തിലേക്ക് കിടക്കുന്നില്ല. എങ്കിലും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ആ ഭാഗങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ കണ്ടു രണ്ടാം വരവിന്റെ അനന്തര സംഭവങ്ങള്, ദൈവത്തിന്റെ രക്ഷാ പദ്ധതി പൂർത്തീകരിക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുക, ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായവിധി നടത്തുക, തിന്മയെ പൂർണ്ണമായി പരാജയപ്പെടുത്തുക, 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ മറ്റുള്ളവരെ ഭരിക്കുക, പിന്നെ ദൈവരാജ്യത്തിന്റെ പൂർണ്ണത പ്രാപിക്കുക. ഇത്രയധികം കാര്യങ്ങൾ ആമേൻ ഈ കർത്താവിന്റെ വരവിന് ശേഷം നടക്കാനുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കാം. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.